എന്താ മയമതേ, അന്റെ കാലിന് കുറഞ്ഞില്ലേ? ഷുഗർ കൂടിയെന്നാ ഡോക്ടർ പറഞ്ഞു. ചിലപ്പോ മുറിച്ച് കളയേണ്ടി വരും ഓരോ കണക്കൂട്ടല്. അതൊന്നും ഇല്ലാന്ന് ഓല് വെറുതെ പറയണതാണേ. അല്ല എന്തെന്നിട്ടാ എനിക്കൊക്കെ ഷുഗർ, നല്ല നിലക്ക് കഞ്ഞി കുടിക്കാനില്ല. അല്ല എന്താ ഇപ്പൊ ചെറുക്കന്റെ വർത്താനം? ഓൻ പൈസ ഒന്നും അയക്കല്ലേ? പൈസയൊക്കെ അയച്ചിട്ട് കുറെ കാലായി. വരുമ്പോ കൊണ്ടുവരിക്കാരും. ഓൻ വന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഒരു പെണ്ണിനെയും കൂടി കെട്ടിക്കണം. നല്ലൊരു കാറ്റടിച്ച പേരെ പൊളിഞ്ഞാടും. ഇജ്ജ് ബേജാറാകൊന്നും വേണ്ട, ഒക്കെ ഓൻ വന്നാ ശരിയാവും. ഇക്കൻ ഒരു മാസം മരുന്നിന് എത്ര വരുന്ന? ഇപ്പൊ ഒരു 10,000 ഉറുപ്പ ഞാൻ ആ ബാപ്പൂട്ടിനോട് കടമായിക്ക. സെക്യൂർ വരുമ്പോ കൊടുക്കാന്നും പറഞ്ഞു. സെക്യൂറിന് ഗൾഫിൽ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് എന്നാണല്ലോ നാട്ടില് സംസാരം. അങ്ങനൊക്കെ ഞാനും കേട്ടു. ആ ഗോപാലിന്റെ മോൻ വന്നപ്പോ ഓനാടെ തരക്കേടില്ല എന്നാ പറഞ്ഞ്. എന്താ സെൽഫിയെ, അന്റെ മുടി വെട്ടണോ? ഇന്റെ നിങ്ങളോ? എന്താ അന്റെ വെപ്പ് മുടിയാ? നിങ്ങളൊരു 60, 65, 70, 75, 80 ഇപ്രായത്തിലുള്ളവരെ മുടി വെട്ടിയാ മതി. ഇന്റെ മുടി വെട്ടാങ്ങളായിട്ടില്ല. അതാണ് അതിന്റെ മാന്യത. വെറുതെ ചോദിച്ചാ എന്നോട് പൊറത്താളി. അങ്ങനെ പൊറുക്കാൻ പറ്റൂല. ഞാൻ ആഴ്ചയില് ഫേഷ്യല്, സ്ട്രിച്ചിങ്, ഫിസ്റ്റിങ്, പ്ലക്കിങ്. അല്ല ഈ പ്ലക്കിങ് പറഞ്ഞാൽ എന്താ നിങ്ങക്ക് മനസ്സിലായിട്ടില്ല? ഇല്ല. എന്താ പ്ലക്കിങ്? പ്ലക്കിങ് പറഞ്ഞ പ്ലക്കിങ് തന്നെ. അല്ല എന്താ, നിങ്ങൾ ഈ മുടിന്റെ തുമ്പത്തേക്കൊന്ന് നോക്ക്, അപ്പൊ കാണാന്റെ മാന്യത അതന്നെ. അതൊക്കെ പോട്ടെ, എന്തിനാ അജിപ്പ് ഇങ്ങോട്ട് വന്നേ? അല്ല ഇങ്ങളെ സെക്യൂർ ഗൾഫിൽ നിന്ന് വരുന്നത് കേട്ടു. എന്നാ പോകാൻ വരുന്നത്? ഇന്നോ നാളോ മറ്റന്നാളോ? എന്നാന്നറിയില്ല, വരണുണ്ട് പറഞ്ഞു. നിങ്ങൾ കറക്റ്റായിട്ട് ഡേറ്റ് പറയും, എനിക്ക് ലീവില്ല. അല്ല എന്താ എനിക്ക് പണി? പണിയൊന്നുമില്ല, എന്നാലും ലീവിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല എങ്ങനെയാ നമ്മൾ ഓനെ കൊണ്ടുവരാൻ പോണ്? കാറോ അത് ജീപ്പോ? കൊണ്ടുവരാനൊന്നും ചെല്ലണ്ടെന്നാ പറഞ്ഞു. ഓൻ ഇങ്ങോട്ട് വന്നോളൂ. ഞാനാ ചെല്ലണെന്ന് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവൂല. അറിഞ്ഞാ ചിലപ്പോ ഓൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. എന്തായാലും പാടില്ല, എനിക്കൊന്ന് ഉമ്മറക്ക് പോണം. ജേ ആദ്യം ഒന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോവാൻ നോക്ക്, എന്നിട്ട് മതി ഉമ്മർക്ക് നോക്ക്. നോക്ക്, ഇന്നോടൊരു മാന്യത കാട്ടിയിട്ടില്ലെങ്കിണ്ടല്ലോ ഞാൻ ഇപ്പൊ പെടുന്നാണ്ട് ഇറങ്ങിപ്പോവും. ഇജൊന്ന് പോവാ അവിടുന്ന്. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയില്ലേ? അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? അന്നോടൊന്ന് പോവാൻ തന്നെ, അല്ലാണ്ടെന്താ? അല്ല ഇവിടെ എന്നാ കുഴപ്പമില്ലല്ലോ. ഉണ്ടോ ഇവിടെ നിങ്ങൾ പോകാൻ പറയില്ലല്ലോ? പറഞ്ഞാലും ഞാൻ പോകൂല. സെക്യൂർ നിങ്ങളെ മോനൊക്കെ തന്നെയാണ്, പക്ഷെ 10-20 കൊല്ലായിട്ട് ഓ എന്റെ തുണക്കാരനാ. ഞാൻ അല്ലാതെ ഓൻ ഇവിടുന്ന് അനങ്ങൂല. ഓണ്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാ. ബാപ്പയാണോ സുൽഫീഖറാണോ വലുത്? ഇജ്ജ് കാണിക്കാനൊന്നുമില്ല, ഓൻ നിന്റെ മോനാ. മോൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോ എന്താ വാപ്പാന്റെ ഒരു സന്തോഷം. സക്കീർക്ക് അങ്ങോട്ട് വന്നു കഴിയുമ്പോ ഞങ്ങളെയൊക്കെ മറക്കുവോ? എന്റെ മോൻ ഇങ്ങോട്ട് വരട്ടടി, നമ്മളെ കഷ്ടകാലമൊക്കെ മാറും. പരിയൊന്ന് നന്നാക്കണം, എന്നിട്ട് എന്റെ കല്യാണം. എന്നിട്ട് നമ്മളെ കടമൊക്കെ വീട്ടിട്ട് ഓനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച ബാപ്പാക്ക് സന്തോഷായി. പഠിച്ചോനെ വണ്ടിയുടെ ഒച്ചയൊക്കെയുണ്ട്, സക്കീറാത്തെ ആവും. ആരാത്? സെക്യൂര, ഞാനാണ് സുൽഫീഖർ. ഇജ്ജ് അവിടുന്ന് പോരുന്ന ഞാൻ കണ്ടടാ. എടാ ഞാൻ പിന്നാലെ മണ്ടേന്ന്. പെട്ടി ഇറക്കണ്ടേ? പെട്ടി
ഒന്ന് മാറിക്ക്. പെട്ടി പ്രമാണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ അത് മേലാകെ മുടിയാക്കണേ? നിങ്ങൾക്ക് യാതൊരു വിവരമല്ലേ? എന്ത് ചായത്? ഇങ്ങക്കിതൊന്ന് വൃത്തിക്കെടുത്തൂടെ? അല്ലേലും എന്തൊരു ചായ അത്? ഓനൊരു ഗൾഫുകാരനല്ലേ, അതിന്റെ മാന്യത നിങ്ങൾ നോക്കണ്ടേ? മനുഷ്യന്മാരാരെങ്കിലും കുടിക്കുകയോ ചായ? ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇങ്ങോട്ട് വെച്ചാലേ ഞാൻ അടുത്ത് കളഞ്ഞോളാം. കാട്ടിക്കാണി. സക്കീറേ, ഇത്താത്തന്റെ പൊന്നുമോനെ സക്കീറ, സക്കീറേ. എന്താ എന്താത്? ഒന്നാട് മാറിന്നാ. ആരെ ഈ ലോക്കല് കസേരയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓന്റെ മാന്യത നിങ്ങൾ നോക്കണ്ടേ? എന്താ പറ്റിട്ട് അങ്ങനെ നോക്കണ്? വന്നാണക്കാണെങ്കിൽ ഒരു മാന്യതയില്ല. ഒരു ഗൾഫാറിന്റെ മേത്ത് കൂടെ ബിഗര, അതാ മാന്യത? ഓന്റെ മാന്യത വെച്ച് നോക്കണ്ടേ? ഇതിന്റെ മാനത പഠിപ്പിക്കണ്ടോ? നോക്ക്, ഇജിനോട് മാന്യത വിട്ട് സംസാരിക്കാൻ നിക്കരുത് കേട്ടോ. സക്കീറേ, അന്റെ കാര്യം കുട്ടികൾ എന്നും ചോദിക്കൂ. ഇന്നും കൂടി ചോദിച്ചിട്ടേ ഉള്ളൂ. അന്റെ അതേമാതിരിക്ക് ഒരാള് ആൽബത്തിലുണ്ട്. എന്താ ഓന്റെ ഒരു അഭിനയം? അതേതാ ഒരു മാന്യതല്ലാത്ത ആൽബം? ചി പോടാ അവിടുന്ന്. സക്കീറേ, അന്റെ കാര്യം എന്നും ചോദിക്കും കുട്ടികള്, എന്നും ചോദിക്കും. എന്നും ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒന്നും ഒന്നുമില്ലേ? ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പൈസ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. ആ, അതൊക്കെ പിന്നെ ശരിയാക്കാം. എല്ലാരും ഒന്ന് കുറച്ചു മാറി നണി. ഓലേസം കാറ്റും വെളിച്ചം കിട്ടിക്കോട്ടെ. ഓന്റെ മാന്യത നിങ്ങളെങ്കിലും നോക്കണ്ടേ? മാറി ഏതാ അജ്ജു വലിയൊരു മാനി. ഞങ്ങളൊക്കെ കൂട്ടവും കുടുംബ. ഇത് സക്കീറിന്റെ പെങ്ങള്, ഞാൻ അവളെ കെട്ടിയ മാപ്പിളയും. ഇജ്ജ് പുറത്തുള്ളവനാ, ഇയാൾ പുറത്തേക്ക്. അതായത് നായിന്റെയും പൂച്ചാന്റെ വ്യത്യാസം. പൂച്ച അകത്തും നായി പുറത്തും. ഇജ്ജ് വെറും പൂച്ചല്ലടാ, കാടം പൂച്ചാണ്, കാടം പൂച്ച. ഇറങ്ങി പോടാവിടുന്ന്. നോക്ക്, എന്റെ ആത്മാർത്ഥ തുണക്കാരനായ ഫ്രണ്ടാണ് കേട്ടോ ഞാന്. ആ ഇന്നാണ് എന്റെ അളിയൻ പിടിച്ച് തള്ളിയിരിക്കണത്. എന്താ പോന്റെ ഒരു മാന്യത? എന്നോട് മാന്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കൂല കേട്ടോ. ഇജ്ജ് കൂടെ നിൽക്കണ്ട, ഇറങ്ങി പോടാവിടുന്ന്. അത് പറയ ഇജ്ജാരാ? സക്കീർ പറയട്ടെ, സക്കീർ. ഈ ഒന്നും മുണ്ടാ പോണ്ട അവിടുന്ന്. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയില്ലേ? എനിക്കെല്ലാം മനസ്സിലായിടാ, എല്ലാം മനസ്സിലായി. ഇനി മേലെ ഞാൻ ഈ പടി ഔട്ടൂല. എനിക്കൊരു മാന്യത ഉണ്ട്, അതെനിക്ക് മനസ്സിലാവൂല. എന്നാ പോട്ടാത്ത. പോടാ. സക്കീറ, ഇനി ഇജ്ജ് പോകുമ്പോ ഞാനുണ്ട്. ഞമ്മക്ക് അവിടെ അടിച്ചു പൊളിക്കാം. ഞാനും ഉണ്ട്. ഇജ്ജു വരണ്ട. ഇജ്ജു വന്നാൽ കുട്ടികളെ ആരാ നോക്ക? ഇങ്ങളൊന്നും മുണ്ടാക്കി, അതൊക്കെ നമുക്ക് ആലോചിക്കാം. എന്താടാ ഈ പടി ചവിട്ടൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വലിഞ്ഞേറി വന്നോ? ഞാനൊരു കാര്യം മറന്നു. എന്ത് കാര്യം? ഒന്നുമില്ല. എന്നാ പോട്ടാത്ത. പോടാ. ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നതേ അനക്കൊരു കല്യാണ കാര്യം പറയാനാ. 1,00,000 ഉറുപ്പ്യ 30 പവനും. നടക്കൂല, നടക്കൂലെന്ന്. ഒരു ഗൾഫുകാരനായ ഇവന് 1,00,000 പവനും 30,000 ഉറുപ്പ്യ നടക്കൂല. ഇറങ്ങി പോടാ അവിടുന്ന്. ജങ്ങാടി കണ്ടുവാ, ഞാൻ കാട്ടിത്തരാ. ഈ സുൽഫി ആരാണെന്ന് അനക്കാനാണ് കാട്ടിത്തരാ. ഇതിന്റെ വലത്തും ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ, അത് കറക്റ്റ്, അതാണ് അതിന്റെ മാന്യത. എന്റെ തിരക്കൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? സൽമാക്ക് കല്യാണം വരുന്നുണ്ട്. ഞാൻ ഇജ്ജ് വന്നിട്ട് തീരുമാനിക്കാന്ന് വെച്ചാ. അല്ലേ തന്നെ ഇപ്പൊ ഒരുപാട് പൈസ കടമുണ്ട്. കല്യാണത്തിന് മുമ്പ് പെരയൊക്കെ ഒന്ന് നന്നാക്കണ്ടേ? എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടത്? സൽമാനെ കെട്ടിക്കണം, പെര നന്നാക്കണം, നിങ്ങളെ കടം വീട്ടണം, നിങ്ങളെ മരുന്ന്. എന്നെ കൊണ്ട് കഴിയൂല അതൊന്നും. അത് കരുതി നിൽക്കും വേണ്ട. സക്കീറേ, എന്റെ കാര്യ ഞാൻ പറഞ്ഞത്. മുടി വെട്ടിയടാ അന്ന് ഇത്രയും കാലം ഞാൻ പോറ്റിയത്. ഇതുവരെ അന്നെ കൊണ്ട് ഞാൻ കത്തിലെടുപ്പിച്ചിട്ടില്ല. എനിക്ക് വലിയ അഭിമാനക്കേടാ അല്ലേ? എന്റെ കുട്ടീന്റെ കല്യാണത്തിന് നീ എന്നെ സഹായിക്കണം.
എനിക്ക് പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയൂല. കുറച്ചുകൂടി കഴിഞ്ഞ കാല് മുറിച്ചടിയുന്ന ഡോക്ടർ പറഞ്ഞേ. അതിനു മുമ്പെങ്കിലും എന്റെ സൽമാന്റെ കല്യാണം എനിക്ക് നടത്തണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. സക്കീറെ, ഈ കാരണം ബാപ്പാന്റെ കണ്ണീര് വീഴുന്നേ. എന്താ ഇങ്ങനെ? എനക്ക് ഈ കുടുംബത്തോട് ഉത്തരവാദിത്വം ഒന്നുമില്ലേ? എനിക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. പണ്ട് എനിക്ക് കഞ്ഞും ചോറും തന്നതിന്റെ കണക്കൊന്നും പറയും വേണ്ട. കുട്ടികൾ ഉണ്ടായാൽ നോക്കേണ്ടത് ഉമ്മാന്റെയും ബാപ്പാന്റെയും കടമയാണ്. നോക്കിയതിന്റെ കണക്കൊന്നും അല്ലടാ. ബാപ്പ ഗതിയോട് കൊണ്ട് ചോദിച്ചാ അനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇജ്ജങ്ങ് പുറത്തു കളാ. മഴമതില്ലേ അവിടെ? മുടിയൊന്ന് വെട്ടാനാ. വെട്ടലും വടിക്കലൊക്കെ അങ്ങ് കടയില് രാവിലെ തന്നെ ഓരോ നാശങ്ങൾ ഇങ്ങോട്ട് കയറി വരും. മൂപ്പര് അവിടെ വെട്ടിയാൽ തന്നെ ഇവിടെ നിറച്ച് മുടിയാ. പിന്നെ ഇവിടെ വെട്ടിയാലേ കഥ പറയും വേണ്ട. സക്കീറേ, ഉള്ള കഞ്ഞി കൂടി ഈ മുട്ടിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, മുടിവെട്ടല് വടിക്കല് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് വരുന്ന എനിക്കിഷ്ടമല്ല. ആങ്ങളെ ഗൾഫിന്ന് വന്നപ്പോ ആളാകെ മാറി. എന്താ കൊണ്ടുവന്നത്? 2 കുന്തം. അയ്യോ, എനിക്കൊന്നും വേണ്ടേ. ഇനി വലിയ വലിയ വീട്ടിൽ നിന്ന് സുൽത്താന്മാരൊക്കെ തേടി വരും. ആങ്ങളുടെ കയ്യിൽ നിറയെ പൊന്നല്ലേ. ആയിക്കോട്ടെ, അതിന് മുടക്കൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ലേ. വട്ടിക്കാരെ കൊണ്ടുള്ളൊരു ഇടങ്ങേറേ. മാന്യത വരുന്നുണ്ട്. ആ മാന്യത സുൽഫി വേഗം പോയിക്കോ. ശരിയാക്കി തരണ്ടേ? ഞാനതൊക്കെ നമ്മളൊന്നും അറിയില്ല. നിങ്ങളിങ്ങനെ ചിരിച്ചണ്ട. ഒരു ജാതി മാന്യതല്ലാത്ത ചിരിച്ചല്ലോ. ചിരിക്കണ്ടടാ, അടി തെറ്റിയ ആന മുഗ്ഗും. ഇജിവിടെ ചിലരൊക്കെ വീഴ്ക്കാൻ നോക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അച്ഛനെ പാമ്പാന്നാ തോന്നുന്നത്. ഊത്ത് കേട്ടിട്ട് മൂർഖം പാമ്പാ തോന്നുന്നു. അപ്പൊ അട്ടിക്കല ബുദ്ധിയല്ല. സുൽഫേ പടച്ചോനെ, എന്നെ ശരിക്കും അറിയുന്ന പാമ്പാന്നാ തോന്നുന്നത്. അപ്പൊ ഒരേറെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയോ? അത് ശരി. എന്താ ഇവിടെ വന്നിരിക്കണത്? എടാ, കട തുറക്കാൻ വയ്യ. 2-3 സീറ്റ് അപ്പുറം ഇടല്ലേ. ഞാൻ കട പൂട്ടിയിട്ട് കച്ചവടം ഇങ്ങോട്ടൊക്കെ മാറ്റി. ആർക്കെങ്കിലും സീഡ് വേണമെങ്കിലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഞാൻ 10 മണിയോടെ ഉണ്ടാവും. അത് കഴിഞ്ഞ സ്കൂളിന്റെ പുറകിലെ കല്ലുട്ട് കുഴിയിലെ കച്ചവടം. എനിക്കും ജീവിക്കണ്ടേ? കടന്റെ ബേക്കിലെ പ്ലാവിന്റെ പൊത്തില് മായാവിണ്ട്. അപ്പൊ കുട്ടൂസനുണ്ടാകിനി എവിടെയാണ്? എടാ, അതല്ല, പുതിയ സിനിമയുടെ കാര്യ പറഞ്ഞേ. അത് ശരി. അപ്പൊ അത് നിന്റെ അടുത്ത് എത്തിയല്ലേ? വെറുതെ അല്ലടാ നിന്റെ കട പൂട്ടി പോയത്. എടാ, വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടണേ, മറക്കല്ലേ. സക്കീറേ, അന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. ഇജ്ജ് മുടിവെട്ടാര മയമേന്റെ മാനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തറവാടെന്ന് എനിക്ക് പെണ്ണ് കിട്ടൂല. കാരണം മയമാക്കൊക്കെ ഒരു മാന്യത ഇല്ലല്ലോ. പക്ഷെ മൂപ്പര മാന്യത അല്ലല്ലോ അന്റെ മാന്യത. അന്റെ മാന്യത എന്താന്ന് എനിക്ക് മനസ്സിലാവും. അതാണല്ലോ ഇന്റെ മാന്യത. ആദ്യം എന്റെ ഈ മാന്യത ഒന്ന് നിർത്തുവോ? അതെന്തു മാന്യത ഇല്ലാത്ത വർത്താനം ജി പറഞ്ഞത്? അന്റെ കയ്യിൽ ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നാട്ടുകാർക്ക് അത് അറിയില്ലല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ എന്റെ പവർ ഒന്ന് കാണിക്കണ്ടേ? അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യാ? ജാതി എന്റെ പൊളിഞ്ഞാടാനായ പെരണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു വീട് എടുക്കണം. വേറൊരു വീട് എടുത്താ തന്തനെയും തള്ളനെയും അങ്ങോട്ട് കൊണ്ടുപോണ്ടി വരും. തൽക്കാലം വാടകയ്ക്ക് എടുത്താ മതി. പൈസ എണ്ണിക്കൊടുത്താൽ നല്ല ഉഗ്രം വീട് കിട്ടും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇജ്ജാണ് തിരിച്ചു പോകുമ്പോ അവിടെ ഒഴിവാക്കി കൊടുത്താ മതി. അതാണല്ലോ അതിന്റെ ഒരു മാന്യത. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അതിന്റെ മാന്യത. അല്ലാതെ ഇജ്ജ് പെരയിൽ നിൽക്കുന്നിടത്തോളം കാലം അന്റെ കല്യാണം നടക്കൂല. കാരണം അന്വേഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ അന്റെ വാപ്പാന്റെ ആട്ടുംകൂട് പോലത്തെ ബാർബർ ഷാപ്പിക്കാ ചെല്ലണത്. അത് കണ്ടാ തന്നെ മനുഷ്യന്മാരും പെണ്ണ് വരൂല. നമുക്ക് എന്തായാലും ഒരു പെര വാടകയ്ക്ക് എടുക്കാം. ഇജ്ജൊരു പണക്കാരനാണെന്ന് നാട്ടുകാർ അറിയണം, ഞമ്മക്കറിയിക്കണം. ഈ സുൽഫിണ്ട് എന്റെ ഒപ്പം.